നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളിലൊന്നായ ഇൻഡോറിലെ ഭഗീരഥ്പുരയിൽ ഏതാണ്ട് 15ഓളം ആളുകൾ കക്കൂസ് വെള്ളം കലർന്ന കുടിവെള്ളം കുടിച്ചുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് മരണപ്പെട്ടിരിക്കുകയാണ്. 300ഓളം ആളുകൾ ആശുപത്രിയിലാണ്. 10 വർഷം കാത്തിരുന്നിട്ട് ലഭിച്ച 5 മാസം പ്രായമായ കുഞ്ഞിൻ്റെ മരണം അങ്ങേയറ്റം കരളലിയിപ്പിക്കുന്നതാണ്. ഏതാണ്ട് 3 മാസത്തോളമായി ജനങ്ങൾ 100-ലധികം കംപ്ലൈൻറ്റുകൾ, പരാതികൾ അവിടുത്തെ മേയർക്കും ഗവൺമെൻറ്റിനും സംവിധാനങ്ങൾക്കും കൊടുത്തിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല. എന്നോ തുടങ്ങിയതാണ് കുടിവെള്ളത്തിൽ കക്കൂസിൻ്റെ മണം, മാലിന്യങ്ങളുടെ മണം, ആസിഡ് കലർന്ന് അങ്ങനെ ഓരോ വീട്ടിൽ നിന്നും ഒന്നിനു പുറകെ ഒന്നായി ആളുകൾ ആശുപത്രികളിലേക്ക് മാറ്റപ്പെട്ടു. അതിൽപ്പെട്ട 15 പേർ, സർക്കാർ ഇപ്പോഴും പറയുന്നത് 5ഓ 6ഓ എന്നാണ്, 15-ൽ അധികം ആളുകൾ ഇൻഡോറിൽ മരണപ്പെട്ടു. കക്കൂസ് മാലിന്യം കലർന്ന വെള്ളം കുടിച്ചിട്ട് ജനങ്ങൾ നിരന്തരമായി പരാതി പറഞ്ഞിട്ട് അത് കേൾക്കാതെ അതിന് ചെവി കൊടുക്കാതെ അവിടുത്തെ മോഹൻ യാദവ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ കീഴിൽ മധ്യപ്രദേശിൽ സ്വർഗമാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഭരിക്കുന്ന ആളുകൾ, ഇൻഡോറാണ് രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരം എന്ന് മേനി പറയുന്നവർ, കക്കൂസ് വെള്ളം കുടിച്ച് 15 പേർ മരിച്ചുപോയി എന്ന് പറയുന്നത് വളരെ സങ്കടമുള്ള കാര്യമാണ്. ഇതേക്കുറിച്ചൊരു പരിഹാരം ഇതേവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതേക്കുറിച്ചൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. ആരും ഒന്നും മിണ്ടുന്നില്ല. അവർ ഇനി കേരളത്തിൽ വന്ന് തിരുവനന്തപുരം നന്നാക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ അവർ ഭരിക്കുന്ന സംസ്ഥാനത്തും അതേപോലെ തന്നെ ഇൻഡോറിലെ മേയറും BJP ആണ്. അവിടെ ജനങ്ങൾ കക്കൂസ് വെള്ളം കുടിച്ച് കലർന്ന വെള്ളം, അതും ജനങ്ങൾ പരാതിപ്പെട്ടിട്ടും പരിഹരിക്കാതെ അത് തുടർന്നതിൻ്റെ പേരിൽ പൂർണ്ണമായും കക്കൂസ് മാലിന്യം കലർന്നുകൊണ്ട് ആ വെള്ളം കുടിച്ച് 15 പേർ മരിച്ചു എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്, ലോകത്തിന് മുമ്പിൽ പോലും തല താഴ്ത്തേണ്ട വലിയൊരു സങ്കടമുള്ള വാർത്തയാണ്. ആ മരണത്തിൻ്റെ വാർത്ത ഇന്ത്യൻ എക്സ്പ്രസ് ഇന്നലെ പ്രസിദ്ധീകരിച്ചത് ഞാൻ ഒന്ന് വായിക്കാം. ആ മരണ വാർത്തകൾ എല്ലാവരും ഒന്ന് കേൾക്കേണ്ടതാണ്. ഇൻഫന്റ് എമംഗ് 8 ഡെഡ് ഇൻ ഇൻഡോർ. ഇവർ റിപ്പോർട്ട് ചെയ്യുന്ന 8 പേരെയാണ്, 15 പേർ മരിച്ചിട്ടുണ്ട്. ഫോർ 10 years സുനിൽ സാഹു ആൻഡ് ഹിസ് വൈഫ് ഹാഡ് ബീൻ പ്രേയിങ് ഫോർ എ സൺ. 10 വർഷം സുനിൽ സാഹുവും ഭാര്യയും ഒരു കുഞ്ഞിന് വേണ്ടി, ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി അവർ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. 6 months ago their prayers were finally answered. 6 മാസം മുമ്പ് ദൈവത്തിനോടുള്ള ആ പ്രാർത്ഥന അവസാനം ദൈവം കേട്ടു. ഓൺ വെനസ്ഡേ ദ ബോയ് ഡൈഡ്. ബുധനാഴ്ച ആ കുട്ടി മരിച്ചുപോയി. ഹി വാസ് വൺ ഓഫ് അറ്റ് ലീസ്റ്റ് 8 people whose deaths were linked to the consumption of contaminated water in Indoor's ഭഗീരഥ്പുര ഏരിയ. ഈ മാലിന്യം കലർന്നിരിക്കുന്ന ഈ വെള്ളം കുടിച്ച് മരിച്ച ആളുകളിൽ ഒന്ന് ഈ 5 മാസം പ്രായമായ ഈ 10 വർഷം കാത്തിരുന്ന് കിട്ടിയ കുട്ടിയായിരുന്നു. The 6-month-old was the youngest victim. The grief in Sunil's voice was palpable as he recounted his son's final hours. തൻ്റെ കുഞ്ഞിൻ്റെ അവസാനത്തെ ആ സമയം ആലോചിച്ചിട്ട് സുനിലിന് സഹിക്കാൻ കഴിയുന്നില്ല. ഹി ഹാഡ് ഡയറിയ ആൻഡ് ഫീവർ. അവന് അതിസാരവും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ പനിയും ഉണ്ടായിരുന്നു. ഹി ഹാഡ് ഡയറിയ ആൻഡ് ഫീവർ. ഹി ടുക്ക് ഹിം ടു ദ ഡോക്ടർ ആൻഡ് ഹി വാസ് ഫൈൻ ഫോർ 2 days. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി 2 ദിവസം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആൻഡ് ഹി വാസ് ഫൈൻ ഫോർ 2 days. Suddenly at night he developed a very high fever. He vomited and then died at home. രാത്രി പെട്ടെന്ന് പനി കൂടി കുട്ടി മരിച്ചുപോയി. ഇറ്റ് ബിഗാൻ ആസ് എ seemingly regular bout of illness for some people in the locality around Rizhamba before taking a more alarming turn as thousands fell ill over the next few days. ആയിരക്കണക്കിന് ആളുകൾക്ക് വരുന്ന ദിവസങ്ങളിൽ ഈ രൂപത്തിൽ രോഗങ്ങൾ പിടിക്കാൻ തുടങ്ങി. Of those who died, most were reported to have been healthy before their condition began deteriorating rapidly. പെട്ടെന്ന് അവരുടെ അവസ്ഥ തകരാറിലാവുന്നത് വരെ നല്ല ആരോഗ്യമുള്ള ആളുകളാണ് ഈ മരിച്ചു വീണതൊക്കെ. Among them was 31-year-old Uma Kori who lived in Bhagirathpura with her husband Bihari Kori in a small rented space. ഇങ്ങനെ ജീവിക്കുന്ന 31 വയസ്സായ ഒരു യുവതിയുടെ കഥയാണ് പറയുന്നത്. On Sunday evening, Bihari stopped at a local shop on his way home from work and bought jalebi for his wife. ഈ ബിഹാരി പോകുന്ന വഴിക്ക് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഒരു ജിലേബി വാങ്ങി, പണിയൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തിൽ. But in the early hours of the next day, at around 3 AM, Uma began vomiting. അടുത്ത ദിവസം പുലർച്ചെ 3 മണിക്ക് ഭാര്യ ഛർദ്ദിക്കാൻ തുടങ്ങി. At first it seemed manageable and the couple thought it was a regular case of food poisoning. ആദ്യം അവർ വിചാരിച്ചത് ഫുഡ് പോയ്സണിങ് ആണ്, വലിയ പ്രശ്നമൊന്നുമില്ല. With time, however, her condition worsened with continuous bouts of vomiting and dehydration setting in. Around 11 AM, Uma had lost consciousness. She was taken on a motorcycle. അവിടെയാണ് സങ്കടം. 11 മണിയായപ്പോൾ അബോധാവസ്ഥയായി രാവിലെ. എന്നിട്ട് എങ്ങനെ കൊണ്ടുവന്ന് നോക്കണം. ഇന്ത്യയിൽ ഏറ്റവും വൃത്തിയുള്ള BJP ഭരിക്കുന്ന ഇൻഡോറിൽ കൊണ്ടുവന്ന് രോഗിയെ കൊണ്ടുവന്ന്. ഉമ ഹാഡ് ലോസ്റ്റ് കോൺഷ്യസ്നസ്. ഷി വാസ് ടേക്കൺ ഓൺ എ മോട്ടോർ സൈക്കിൾ. ഈ ബോധം പോയ സ്ത്രീയെ ഒരു മോട്ടോർ സൈക്കിളിൽ കയറ്റി. എന്നിട്ട് ഡ്രൈവൺ ബൈ ഹർ ബ്രദർ ഇൻ ലോ
സഹോദരി ഭർത്താവാണ് ആ മോട്ടോർ സൈക്കിൾ ഓടിച്ചത്. വൈൽ ഹർ ഹസ്ബൻഡ് ഹെൽഡ് ഹെർ ലിം ബോഡി, തളർന്ന ശരീരം പുറകിൽ ഇരുന്നു കൊണ്ട് ഭർത്താവ് പിടിച്ചു. എന്നിട്ട് ബൈ ദ ടൈം വി അറൈവ്ഡ് അറ്റ് എ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഷീ വാസ് ഡെഡ്. ആ ബൈക്കിൻ്റെ മുകളിൽ ഇരുന്ന് മരിച്ചു പോയി. ഇതാ സംഭവം, കേൾക്കണോ? ഹർ ഹസ്ബൻഡ് സെഡ് another victim, 74-year-old Manjula Vadhe, had cooked dinner for her family on Monday night. ഈ മഞ്ജുള വാധെ രാത്രി കുടുംബത്തിന് വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. അറൗണ്ട് മിഡ് നൈറ്റ് ഷീ സ്റ്റാർട്ടഡ് വോമിറ്റിംഗ്, രാത്രി അവർക്ക് ഛർദ്ദിക്കാൻ തുടങ്ങി. വിച്ച് വാസ് ഫോളോഡ് ബൈ ഡയറിയ. ഹർ ഹസ്ബൻഡ് ദിഗംബർ വാധെ സ്റ്റേഡ് അവേക്ക് ദോ ദ നൈറ്റ് ടു കെയർ ഫോർ ഹർ, ഹോപ്പിംഗ് ദ ഇൽനെസ് വുഡ് പാസ്. ഇൽനെസ് മാറും ചേച്ചി, പാവം ഇങ്ങനെ കാത്തു നിന്നു. By morning, however, her condition had worsened. The family rushed her to Indoor's MY hospital. രാവിലെ കുടുംബം ഇവരെ MY ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. where doctors declared her dead. മരിച്ചു പോയി. മറ്റൊരാൾ സീമ പ്രജാപത്. Another victim was 50 years old. 50 വയസ്സായി. According to her brother Jitendra, she began vomiting around 4 AM on Monday. തിങ്കളാഴ്ച രാവിലെ 4 മണിക്കാണ് ഛർദ്ദിക്കാൻ തുടങ്ങിയത്. Her condition worsened so rapidly that by 9 AM the family was rushing her to the hospital. 9 മണിയായപ്പോഴത്തേക്കും ആകെ കണ്ടീഷൻ വേഴ്സൻ്റായി ആശുപത്രിയിൽ കൊണ്ടുപോയി. ജിതേന്ദ്ര ആൻഡ് ദ ഫാമിലി മെമ്പേഴ്സ് സെഡ് ദാറ്റ് സീമ ഹാഡ് നോ പ്രയർ ഇൽനെസ്. ഒരു രോഗമില്ലാത്ത സ്ത്രീയാണ്. ദേ ഓൾസോ റേസ്ഡ് ദ കംപ്ലയിൻറ്റ് ദാറ്റ് ഹാസ് സിൻസ് ബിക്കം എ റെഫ്രെയിൻ അക്രോസ് ഭഗീരഥ്പുര. ദ വാട്ടർ സപ്ലൈഡ് ടു ദി ഏരിയ ഫോർ ദ പാസ്റ്റ് വീക്ക് സ്മെൽഡ് ഓഫ് ഡ്രെയിനേജ്. ആ ആഴ്ച ജനങ്ങൾ കിട്ടിയ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന വെള്ളം ഡ്രെയിനേജിൻ്റെ മണമുള്ള വെള്ളമായിരുന്നു. It was on Friday evening that 70-year-old Urmila Yadav fell ill with vomiting and diarrhea. Her son Sanjay said she was admitted to Cloth Market Hospital the next morning and remained in the ICU for a day. ഇവിടെ ഈ സ്ത്രീയെക്കുറിച്ച്, അതായത് 70-year ഉർമിള യാദവ് അഡ്മിറ്റ് ചെയ്ത് ICUലാവുന്നു. On December 27th, after drinking water from the tap, she developed severe diarrhea. ടാപ്പിൽ നിന്ന് വെള്ളം കുടിച്ചു തുടങ്ങി ഡയറിയ അതിസാരം. By the next day, she was gone. She used to tell us the water tasted strange, but we never thought it could be this dangerous, said Chandrakala Yadav, her daughter-in-law. മരുമകൾ പറയാണ്, ആ വല്ലാത്ത ദുർഗന്ധം ആ കക്കൂസ് മാലിന്യത്തിൻ്റെ, എന്നിട്ടും ഞങ്ങളത് കുടിച്ചു. ഇത്ര അബദ്ധം ഉണ്ടാവും, ഞങ്ങളുടെ ജീവനുമായിട്ട് ഇത് പോകും എന്ന് ഞങ്ങൾ വിചാരിച്ചില്ല എന്നാണ് പറയുന്നത്. നോക്കണം, ഇത്രയൊരു ഗുരുതരമായ സംഭവത്തിൽ ആരോഗ്യരംഗം അഭ്യയ പരാജയം. ഒരു ആംബുലൻസ് പോലും എത്തിച്ച് ആളെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. രോഗികളെ വീട്ടിൽ വന്നിട്ട് സംവിധാനമില്ല. ഇതൊന്നുമില്ലാത്ത വെറും എന്താ പറയുക, ഒരു ഭരണകൂടം ഉണ്ട് എന്ന് പോലും ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള സ്ഥലങ്ങളിലൊന്നായ ഈ ഇൻഡോർ നഗരത്തിലെ ഭഗീരഥ്പുരയിലെ ജനങ്ങളുടെ അവസ്ഥ. ഇതാണ് സംഘപരിവാറിൻ്റെ ഭരണകൂടം. ഒരു ഉത്തരേന്ത്യയിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ നഗരങ്ങളിലൊന്നിൽ കുടിവെള്ളത്തിൽ ഇത്രയും ദിവസം പരാതി പോലും പരിഹരിക്കാതെ അവർക്ക് കക്കൂസ് വെള്ളം കുടിപ്പിച്ചിട്ട് ആളുകളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ സങ്കടമുള്ള കാര്യമാണ്. ഇതൊക്കെ എല്ലാവരും അറിയണം. ഇതൊക്കെ തന്നെയാണ് സംഘപരിവാറിൻ്റെ ഭരണം എന്ന് പറയുന്നത്. ഏതായാലും ചിന്തിക്കാൻ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. നന്ദി, നമസ്കാരം.